ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ ശ്യാമ അവാർഡ് വാങ്ങിയതിനു ശേഷം നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നെത്തു. അപ്പുവിന്റെ അരികിലേക്ക് ഓടിയെത്തുന്ന ശ്യാമയോട് അപ്പു പറഞ്ഞു, എന്റെ ശ്യാമേച്ചി ജയിച്ചെന്നേ ഉള്ളൂ, പാടിയെന്നേ ഉള്ളൂ, വിജയിപ്പിച്ചെടുത്തത് അഖിലേട്ടനാണ് എന്ന് പറയുമ്പോൾ അഖിലിനെ നോക്കി ശ്യാമ പുഞ്ചിരിക്കുന്നു. ഈ സമയം ആനന്ദ നിലയത്തിലേക്ക് എത്തിയ ആനന്ദവർമ്മ ഏവരോടുമായി പറഞ്ഞു, ഇന്ന് ശ്യാമ ലോകം മുഴുവൻ അറിയുന്ന പാട്ടുകാരിയായി. ഇനി ഈ കുടുംബം ശ്യാമയുടെ പേരിലാണ് അറിയപ്പെടാൻ പോകുന്നതെന്നും വസുവിന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവളായി മാറി ശ്യാമയെന്നും ആനന്ദവർമ്മ ഏവരെയും അറിയിച്ചു. അതിനുശേഷം ശ്യാമയുടെ ഈ അവസ്ഥയറിഞ്ഞ് ശ്യാമയെ അങ്ങനെ നേട്ടങ്ങൾ കൈവരിച്ചതിന്റെ അസൂയയിൽ ഐശ്വര്യ അരുന്ധതിയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ അരുന്ധതി രാവിലെ തന്റെ മകളുടെ അവസ്ഥ ഐശ്വര്യയോട് പറയുന്നു. അരുന്ധതിയുടെ വീട്ടിലെത്തിയ ഐശ്വര്യയെ കാണുന്നത് ശ്യാമയെ പോലെ ഒരു കൃഷ്ണഭക്തിയായി മാറിയിരിക്കുന്ന വിസ്മയും കൃഷ്ണ വിഗ്രഹത്തിന് മാല ചാർത്തുകയും കൃഷ്ണരെ പൂജിക്കുകയും ചെയ്യുകയും സമനില നെറ്റിയവളെ പോലെ കൃഷ്ണന്റെ ആ വിഗ്രഹത്തിന് ചുറ്റും വട്ടം ചുറ്റുകയും ഒക്കെ ചെയ്ത് ഒരു ശ്യാമയെ പോലെ അങ്ങനെ പെരുമാറുന്ന വിസ്മയെ കണ്ട് സങ്കടത്തോടെ അരുന്ധതി ഐശ്വര്യയോട് പറയുന്നു, ഇന്നലെ വന്നതിന് ശേഷം അവൾ ഇങ്ങനെയാണ്, ഇപ്പോ അവൾ ശ്യാമയായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ശ്യാമയെ പോലെയാണ് അവൾ പെരുമാറുന്നത്. ഇത് വിഷമത്തോടെ അരുന്ധതി ഐശ്വര്യയോട് പങ്കുവെക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് വിസ്മയ കണ്ണന്റെ മുന്നിൽ പൂക്കൾ അർപ്പിച്ചിട്ട് പറഞ്ഞു, ഈ ശ്യാമ ധന്യയായി കണ്ണ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്യാമയെ പോലെ അഭിനയിച്ച് അങ്ങനെ തകർക്കുന്ന വിസ്മയെ കണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്നു ഐശ്വര്യയും.